ഈ ആഘോഷത്തിന് ന്യായമായി ചില ആളുകൾ സൂറത്ത് യൂനുസിലെ ഒരു ആയത്ത് പറയാറുണ്ട്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു ഹുവ ഖൈറും മിമ്മ യജ്മഊൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്താണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു. പറയുക അല്ലാഹുവിൻ്റെ റസൂലെ, അല്ലാഹുവിൻ്റെ ഔദാര്യത്തിനാൽ, അല്ലാഹുവിൻ്റെ കാരുണ്യത്താൽ അത് ലഭിച്ചതിനാൽ അവർ സന്തോഷിക്കട്ടെ, അവർ ആഹ്ലാദിക്കട്ടെ എന്ന് അല്ലാഹുവിൻ്റെ റസൂലെ താങ്കൾ മുഅ്മിനീങ്ങളോട് പറഞ്ഞു കൊടുക്കുക. ഈ ആയത്ത് പറഞ്ഞതിന് ശേഷം ചില ആളുകൾ പറയും, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് റഹ്മത്തുല്ലിൽ ആലമീനാണ്, ലോകർക്കെല്ലാം കാരുണ്യമായി നിയോഗിക്കപ്പെട്ട റസൂലാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് ലഭിച്ച ദിവസമാണ് മൗലിദിൻ്റെ ദിവസം, റബീഉൽ അവ്വൽ 12. അതുകൊണ്ട് ആ ദിവസം സന്തോഷിക്കാനാണ് ഖുർആനിൽ ഈ ആയത്തിലൂടെ അള്ളാഹു കൽപ്പിക്കുന്നത് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. സഹോദരങ്ങളെ, ചോദിക്കട്ടെ, ഈ തെളിവ് പറയുന്ന ആളുകളോട് ചോദിക്കട്ടെ, ഈ ആയത്ത് ആരാണ് നമുക്ക് ഓതി തന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പ്രാവർത്തികമാക്കുന്നതിൽ ജനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്നവരായിരുന്നു. ഈ ആയത്ത് പാരായണം ചെയ്ത് കേൾപ്പിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ദിവസം തൻ്റെ ജന്മദിനമാണ് എന്നതിൻ്റെ പേരിൽ ആഘോഷിക്കുകയുണ്ടായോ? ഈ ആയത്ത് നമുക്ക് എത്തിച്ചു തന്നവർ സഹാബികളാണ്. ആ സഹാബികൾ ഈ ആയത്തിൻ്റെ ഭാഗമായി എന്നെങ്കിലും ഒരു ദിവസം ജന്മദിനാഘോഷം എന്ന പേരിൽ, നബിദിനാഘോഷം എന്ന പേരിൽ ഒരു ആഹ്ലാദ പ്രകടനമോ ഒരു സന്തോഷ പരിപാടികളോ സംഘടിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ അവർക്ക് ശേഷം വന്ന താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അതല്ലെങ്കിൽ അവർക്കും പിന്നീട് വന്ന ഇമാമുമാർ, 4 മദ്ഹബിൻ്റെ ഇമാമുമാർ, അവർക്ക് ശേഷം വന്ന പണ്ഡിതന്മാർ ആരെങ്കിലും ഈ ആയത്ത് ഇതാ ഞങ്ങൾ പ്രാവർത്തികമാക്കുന്നത് നബിദിനം ആഘോഷിച്ചുകൊണ്ടാണ് എന്ന് വിശദീകരിച്ച ഇമാമുമാർ, അതല്ലെങ്കിൽ അവർക്ക് മുൻപുള്ള താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, സഹാബിമാർ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ, അങ്ങനെ ആരെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? വിശുദ്ധ ഖുർആനിൽ അവർക്കാർക്കും മനസ്സിലാകാത്ത ഒരു അഭിപ്രായം നമുക്ക് മനസ്സിലാകുന്നു എങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ ഖുർആനിന് നമ്മൾ എന്തു വിലയാണ് നൽകിയിട്ടുള്ളത്? ഈ ആയത്തിന് ഈ വ്യാഖ്യാനം പറയുന്നവർ അവരോട് ചോദിക്കട്ടെ, ആരാണ് ഈ വ്യാഖ്യാനം നിങ്ങൾക്ക് പഠിപ്പിച്ച് നൽകിയത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ? സഹാബികളാണോ? അവർക്ക് ശേഷം വന്ന ഇമാമിങ്ങളാണോ? അവരാരും ഈ വ്യാഖ്യാനം പറഞ്ഞിട്ടില്ല എങ്കിൽ, ഇത് നിനക്ക് മാത്രം ലഭിച്ച വ്യാഖ്യാനമാണ് എങ്കിൽ മനസ്സിലാക്കുക, അവർ നിൽക്കുന്ന ഭാഗമാണ് സ്വർഗത്തിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാഗം. നീ നിൽക്കുന്നത് വിശുദ്ധ ഖുർആനിനെ നിന്റെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന നരകത്തിൻ്റെ പാതയിലാണ്.